അവർ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമാസ്കാരം നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. ഇത്തരം 4-5 ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും വ്യത്യസ്തമായ സഹാബാക്കളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന. എന്നാൽ വളരെ ആഴത്തിൽ ഇതുമായി നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഈ ഹദീസുകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. വലിയ ദുർബലതകളൊന്നുമല്ല, ചെറിയ ചെറിയ ദുർബലതകൾ ഈ ഹദീസുകളിലൊക്കെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമഅയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനിയെ പോലെയുള്ള ആളുകൾ ആ ദുർബലതകൾ ഇതിൻ്റെ പ്രാമാണികതയ്ക്ക് വിഘാതമാകുന്നതല്ല, അതുകൊണ്ട് അവയൊക്കെ സ്വഹീഹായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫുഖഹാക്കളുടെ കൂട്ടത്തിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നിലപാടിന് അനുകൂലമായ രീതിയിലല്ല അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമാസ്കാരം നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. എന്നാൽ ജുമ നടക്കൽ നിർബന്ധമാണ്, ജുമ ക്യാൻസൽ ആക്കാൻ പറ്റൂല. പങ്കെടുക്കുന്ന ആളുകൾ ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ വന്നാൽ കൂലിട്ടും വന്നില്ലെങ്കിൽ ഒരു കുറ്റമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമഅയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വരുന്ന സന്ദർഭത്തിൽ പെരുന്നാളിൽ പങ്കെടുത്ത ആളുകൾക്ക് മറ്റു വല്ല തിരക്കുകളും മറ്റൊക്കെയായി അവർ വ്യാപൃതരായി നാട്ടിൽ അവർ നിൽക്കാത്തൊരു സാഹചര്യമോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, വളരെ തിരക്ക് പിടിച്ചൊരവസ്ഥയാണെങ്കിൽ അവർക്ക് അന്ന് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ വരാതിരിക്കാം. അതിലൊരു ഇളവ് അവർക്കുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമഅയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കുനൂത്ത് ഓതാൻ പറഞ്ഞ ഹദീസ് ഉണ്ട്. സുബഹി കുനൂത്ത്, നബി വഫാത്താകണ വരെ കുനൂത്ത് ഓതി സുന്നകൾ പറഞ്ഞ ഹദീസ് ഉണ്ട്. നമ്മൾ പറയുന്നത് സ്വഹിയല്ല. ഇനി ആ സ്വഹിയല്ല തെളിഞ്ഞു കിട്ടിയാൽ പിന്നെ ഓതാൻ പാടില്ല. പിന്നെ ഇനി കുനൂത്ത് ഓതാൻ ഹറാമാന്ന കാര്യം പറഞ്ഞ ചോദ്യത്തിൽ പ്രസക്തില്ല. ഹദീസ് പ്രകാരം ചെയ്യാണോ, ഹദീസ് സ്വഹിയല്ലെങ്കിൽ പിന്നെ അത് പോയി. മദ്ഹബുകളുടെ ഇമാമുകൾ 4 പ്രമുഖ മദ്ഹബിൻ്റെ ഇമാമുകളിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ജുമയിൽ പങ്കെടുക്കുന്നതിൽ പെരുന്നാളിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകമായ ഇളവുകളില്ല എന്ന അഭിപ്രായക്കാരാണ്. സലഫി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തത്വം തന്നെ തെറ്റാണ്. ദുർബലമായ ഹദീസ് യാതൊരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് സലഫികളുടെ നിലപാട്. കാരണം എന്താണ്? ഒരു ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞാൽ റസൂൽ അത് പറഞ്ഞു എന്ന് ഉറപ്പില്ല. അങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ അഖീദകൾക്ക്, നമ്മുടെ മുആമലാത്തുകൾക്ക് എല്ലാം വ്യക്തമായ സഹീഹായ പരമ്പരയിൽ വന്നിട്ടുള്ള ഹദീസുകൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരു ദുർബല ഹദീസും ഒരു സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. മദ്ഹബുകളുടെ ഇമാമുകൾ 4 പ്രമുഖ മദ്ഹബിൻ്റെ ഇമാമുകളിൽ 3 മദ്ഹബിൻ്റെ ഇമാമുകളും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ജുമയിൽ പങ്കെടുക്കുന്നതിൽ പെരുന്നാളിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രത്യേകമായ ഇളവുകളില്ല എന്ന അഭിപ്രായക്കാരാണ്.